കൂടുതലായൊന്നും ഈ അവസരത്തിൽ ഇനി പറഞ്ഞൊരു പ്രസംഗത്തിന് പ്രസക്തി ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇനി ഇതൊക്കെ ഒരു അരപോറായി തുടങ്ങിയ സമയത്താണ് നമ്മളൊക്കെ മൈക്കിൻ്റെ മുമ്പിലേക്ക് വന്നിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ സാറ് പറയുകയും ചെയ്ത ഒരു പ്രസംഗമൊക്കെ കേട്ടത്, അപ്പോൾ ഞാൻ പറയുകയും ചെയ്തു, അങ്ങനെ ഒരു പ്രസംഗത്തിൻ്റെ ഒരു കാര്യത്തിലേക്ക് നമ്മൾ കടക്കുന്നില്ല. വളരെയധികം സന്തോഷം. തീർച്ചയായിട്ടും പ്രത്യേകിച്ചൊരു സ്കൂൾ ആരംഭിക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇനി ഇതിൻ്റെ പിറകിൽ ഇന്ന് വലിയ സന്തോഷം നമുക്ക് വരുമെങ്കിലും നാളെ മുതൽ ഇത് നടത്തിക്കൊണ്ട് പോകുന്നതിൻ്റെ ഒരുപാട് പ്രയാസങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഞങ്ങളൊക്കെ ആ മേഖലയിൽ ഒട്ടനവധി പ്രയാസങ്ങൾ അനുഭവിച്ച് സ്കൂൾ നടത്തിക്കൊണ്ട് പോകുന്ന ആളുകൾ ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ സ്കൂളിൻ്റെയും പിറവി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ മനസ്സുകളിൽ വളരെയധികം സന്തോഷത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഒരുപാട് ഒത്തുചേരലുകളുടെയും ഒക്കെ തന്നെ ഒരു ഭാഗമായി കരുതുന്ന ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ച് നമ്മുടെ പ്രീ സ്കൂൾ എന്ന് പറയുമ്പോൾ ഒരു പൂന്തോട്ടമാണ്. ഇത് നമ്മുടെ പാലാങ്കുളത്ത് നമ്മുടെ മണമ്പൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗമായി പുതുതായി ഒരു പൂന്തോട്ടം ആരംഭിക്കുന്ന ഒരു സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ആ പൂന്തോട്ടത്തിലെ നാനാ വിധത്തിലുള്ള നന്നായി ഇനി ഭാവി കാലങ്ങളിൽ നല്ല സൗരഭ്യം വിടർത്തി വലുതായി വികസിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ നാടിൻ്റെ വ്യക്തിഗതമായ ഒരുപാട് മികവുകളിലേക്ക് പോകേണ്ട ഒരുപാട് ആളുകളെ സമ്മാനിച്ചെടുക്കാൻ വേണ്ടി പോകുന്ന, സംഭാവന ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു സ്കൂളിൻ്റെ തുടക്കമാണ് ഇവിടെ നിന്ന് നമ്മൾ ആരംഭിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പ്രീ സ്കൂളുകൾ എന്ന് പറയുന്നത് നമുക്കെല്ലാം സന്തോഷം പകരുന്ന, നമ്മുടെ തുമ്പികളെ പോലെ പറന്നെത്തുന്ന ഒരുപാട് മാലാഖമാരുടെ ഒരു കൂട്ടമാണ് പ്രീ സ്കൂൾ. നമ്മുടെ ഈ പാലാങ്കുളത്ത് ആരംഭിച്ചിരിക്കുന്ന ഹൈസ്കൂളും വളരെ കാലം നിലനിന്ന് അത്തരത്തിലുള്ള ഒരുപാട് കുഞ്ഞു മക്കളുടെ മനസ്സുകളിലേക്ക് അറിവിൻ്റെ, വിജ്ഞാനത്തിൻ്റെ, വിനോദത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും അവരെ കൈപിടിച്ചാനയിക്കുവാൻ ഈ ഹൈസ്കൂൾ സംവിധാനത്തിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെയും മണമ്പൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും എല്ലാവിധമായ സ്നേഹവും ആശംസിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അദ്ദേഹം സാറിന് വേണ്ടി ഒരു സ്നേഹോപഹാരം കൂടി ഞങ്ങൾ നൽകുന്നു. ഫ്രം AKF ഫാമിലി സുമയയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് എ നഹാസ് സാറിനെ പൊന്നാട അണിയിക്കുന്നതിന് വേണ്ടി AKF ഫാമിലി ഗ്രൂപ്പിൽ നിന്നും സുമയയെ ക്ഷണിക്കുന്നു. അദ്ദേഹത്തെ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നു. അതോടൊപ്പം എജുമേറ്റ ഹൈസ്കൂളിന്റെ പ്രിൻസിപ്പൽ മാനേജിംഗ് ഡയറക്ടർ മിസ് ഫാത്തിമ രേഷ്മ അദ്ദേഹത്തിനൊരു സ്നേഹോപഹാരം സമ്മാനിക്കുന്നതാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ശ്രീ എ നഹാസ് സർ, അദ്ദേഹത്തിനുള്ള ആദരം എന്നും ഉണ്ടായിരിക്കും. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. അടുത്തതായി സ്നേഹോപഹാരം സമ്മാനിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീ ദിലീപ് മണമ്പൂർ അവർകളെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എജുമേറ്റ ഹൈസ്കൂളിന്റെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്ന ശ്രീ ദിലീപ് മണമ്പൂർ അവർകളെ ക്ഷണിക്കുന്നു. നേരത്തെ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ ഞാനൊരു സംസാരത്തിന് മുതിരുന്നില്ല, കാരണം അതിൻ്റെ സമയം കഴിഞ്ഞു. എന്നിരുന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്തൊരു സ്കൂൾ വരിക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാര്യം പാലാകുളത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടെ താമസിക്കുന്ന ആളാണ്, ഈ പ്രദേശത്ത് തന്നെ താമസിക്കുന്ന ആളായതുകൊണ്ട് തന്നെ ഒരു സ്കൂള് അതിൻ്റെ പ്രൗഢിയോടുകൂടി നമ്മുടെ പ്രദേശത്തേക്ക് വരുമ്പോൾ അതിൻ്റെ വികസനം, നമ്മുടെ പ്രദേശത്തിൻ്റെ വികസനമാണ് അതിലൂടെ ഞാൻ നോക്കിക്കാണുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്കറിയാം, നമ്മുടെ വലിയ റോഡ് കടന്നു പോകുന്ന പ്രദേശം, അതോടൊപ്പം തന്നെ വലിയൊരു ഹൈസ്കൂൾ ഇവിടെ പ്രൈവറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് പോയാൽ വലിയ ഗവൺമെൻറ് ഹൈസ്കൂളുണ്ട്. അങ്ങനെ നിരവധിയായ സ്ഥാപനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമായി നമ്മുടെ പ്രദേശം മാറുന്നു. നിരവധിയായ സ്ഥാപനങ്ങൾ, അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, മറ്റ് വിവിധങ്ങളായ സ്ഥാപനങ്ങൾ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പ്രദേശത്തേക്ക് വരുമ്പോൾ അതൊരു സന്തോഷത്തോടു കൂടി, ഒരു ഉത്സവ പ്രതിച്ഛയോടുകൂടി നമ്മളത് ഏറ്റെടുക്കേണ്ടതാണ് ഈ നാട്ടുകാർ. അപ്പം അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു സന്തോഷം. ഞാനൊരു മറ്റ് പ്രസംഗങ്ങളിലേക്ക് ഒന്നും തന്നെ പോകുന്നില്ല, കാരണം ഇവിടെ എല്ലാവരും സ്കൂളിനെ കുറിച്ച് വളരെ വ്യക്തമായി തന്നെ സംസാരിച്ചത് കൊണ്ട് ഞാനതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ള നിലക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എപ്പോഴും സമൂഹത്തോട് പ്രതിബദ്ധത പുലർത്തുന്ന സ്ഥാപനങ്ങളായിരിക്കണം. അതോടൊപ്പം തന്നെ സമൂഹത്തെ വാർത്തെടുക്കുന്നതാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ധർമ്മിഷ്ഠമായിരിക്കും, ധാർമ്മികമായി സമൂഹത്തെ സേവിക്കാൻ കഴിയുന്ന ഒരു സംഭവമായി സ്കൂളുകൾ മാറണം.
പ്രത്യേകിച്ചും ഇതുപോലുള്ള ചെറിയ കുട്ടികളെ വാർത്തെടുക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ കുട്ടികളെ സ്കൂളുകളിലേക്ക് വിദ്യാഭ്യാസത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥാപനങ്ങൾ, അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ എപ്പോഴും സമൂഹത്തിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള സ്ഥാപനങ്ങളായി മാറണം. ഞാനതിൻ്റെ മറ്റ് വശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഈ സ്കൂളിൽ നടത്തുന്ന ആൾക്കാർക്കും അതോടൊപ്പം തന്നെ ഈ സ്കൂളിനും എല്ലാവിധ പുരോഗതി ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. നിർത്തുന്നു. നന്ദി. താങ്ക് യു സർ. സാറിനുള്ള സ്നേഹോപഹാരം സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരിക്കൽ കൂടി ക്ഷണിക്കുന്നു. എജുമേറ്റോ ഹൈസ്കൂളിന്റെ പ്രിൻസിപ്പൽ മാനേജിംഗ് ഡയറക്ടർ മിസ്സസ് ഫാത്തിമ രേഷ്മ സ്നേഹോപഹാരം അദ്ദേഹത്തിന് ശ്രീ ദിലീപ് മണപ്പൂർ അദ്ദേഹത്തിന് സമ്മാനിക്കുന്നു. നമ്മളെല്ലാവരും സാക്ഷ്യം വഹിക്കുന്നു. ഏറെ സ്നേഹത്തോടു കൂടി അങ്ങയുടെ വാക്കുകൾ എന്നും ഞങ്ങളുടെ ഹൃദയത്തിലുമുണ്ടാകും. താങ്ക് യു സോ മച്ച് സർ. വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നതിന് താങ്ക് യു വൺസ് അഗൈൻ. അടുത്തതായി വാർഡ് മെമ്പർ ജയന്തി എം.ആർ. അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എജുമേറ്റോ ഹൈസ്കൂളിന്റെ സ്നേഹോപഹാരം സ്വീകരിക്കുന്നതിന് വേണ്ടി ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിട്ടുള്ള വാർഡ് മെമ്പർ ജയന്തി എം.ആർ. അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എജുമേറ്റോ ഹൈസ്കൂളിന്റെ മാനേജിംഗ് ഡയറക്ടർ പ്രിൻസിപ്പൽ മിസ്സസ് ഫാത്തിമ രേഷ്മയാണ് ജയന്തി എം.ആർ. വാർഡ് മെമ്പർ അവർക്ക് ഈ ഒരു സ്നേഹോപഹാരം സമ്മാനിച്ചത്. താങ്ക് യു സോ മച്ച്. അടുത്തതായി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്ന അഡ്വക്കേറ്റ് മാഹീൻ അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഞങ്ങളുടെ സ്നേഹോപഹാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അഡ്വക്കേറ്റ് മാഹീൻ എജുമേറ്റോ ഹൈസ്കൂളിന്റെ പ്രിൻസിപ്പൽ മാനേജിംഗ് ഡയറക്ടർ ഫാത്തിമ രേഷ്മ അവർക്കാണ് സമ്മാനിക്കുന്നത്. അഡ്വക്കേറ്റ് മാഹീൻ അവർക്കുള്ള സ്നേഹോപഹാരമാണ് സമ്മാനിച്ചത്. അടുത്തതായി AK ഫാമിലി ഗ്രൂപ്പ് മെമ്പർ AK ഫാമിലിയെ റിപ്രസെന്റ് ചെയ്ത് ഞങ്ങളോടൊപ്പം എത്തിച്ചേർന്ന AK സലിം അവർക്കുള്ള സ്നേഹോപഹാരമാണ് സമ്മാനിക്കുന്നത്. എജുമേറ്റോ ഹൈസ്കൂളിനോടുള്ള സ്നേഹോപഹാരം സമ്മാനിക്കുന്നു. പ്രിൻസിപ്പൽ മാനേജിംഗ് ഡയറക്ടർ ഫാത്തിമ രേഷ്മയാണ് AK സലിം അവർക്ക് സ്നേഹോപഹാരം സമ്മാനിക്കുന്നത്. നിറഞ്ഞ കൈയോടുകൂടി ഈ ഒരു സ്നേഹബന്ധം എന്നും ഈ ഒരു കവാടത്തിനുള്ള ഉടനീളം ഉണ്ടാകട്ടെ എന്ന ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസിക്കുന്നു. താങ്ക് യു. ശ്രേഷ്ഠമായ ഒരു നിമിഷത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. എജുമേറ്റോ ഹൈസ്കൂളിന്റെ പ്രിൻസിപ്പൽ മാനേജിംഗ് ഡയറക്ടർ മിസ്സസ് ഫാത്തിമ രേഷ്മ അവർ മദേഴ്സ് ഡേയുടെ ഭാഗമായി അല്ലെങ്കിൽ എന്നും നമ്മൾക്ക് സാധാരണ ഉമ്മമാരോട് ഇഷ്ടമുള്ള എല്ലാവർക്കും എന്നും മദേഴ്സ് ഡേ തന്നെയാണല്ലേ. അതിന് നമുക്കൊരു പ്രത്യേകം ഒരു ദിവസം എന്നൊന്നുമില്ല. എന്നാലും മദേഴ്സ് ഡേയുടെ ഭാഗം ആ ഒരു സെലിബ്രേഷൻ നടക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു മദേഴ്സ് ഡേയുടെ ഭാഗമായിട്ട് മിസ്സസ് ഫാത്തിമ രേഷ്മ തന്റെ ഗ്രാൻഡ് മദറിന് ഒരു പൊന്നാട നീച്ച് ആദരിക്കുന്ന ഒരു ചടങ്ങിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ഏറെ സ്നേഹം ഒരു കൊച്ചുമകളുടെ അല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു പുതുതലമുറയുടെ ഒരു സ്നേഹമാണ് തന്റെ ഗ്രാൻഡ്മയ്ക്ക് അവർ സമ്മാനിക്കുന്നു. മിസ്സസ് ഫാത്തിമ രേഷ്മ ഈ ഒരു സ്നേഹോപഹാരം ഏറ്റുവാങ്ങാൻ ഏറെ ആദരവോടെ ഏറെ സ്നേഹത്തോടു കൂടി ആ ഒരു ഗ്രാൻഡ്മയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മിസ്സസ് ഫാത്തിമ രേഷ്മ മദേഴ്സ് ഡേയുടെ ഭാഗമായി ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തട്ടെ, എന്നും ഉമ്മയെ സ്നേഹിക്കുന്ന അമ്മയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എന്നും മദേഴ്സ് ഡേ ആണ്. എന്നാലും ആ ഒരു സെലിബ്രേഷന്റെ ഭാഗമായി ഇന്ന് ഏറ്റവും കൂടുതൽ ഐശ്വര്യമായ ഈ ഒരു ദിവസം നമ്മൾ ഇതിൽ കൂടുതൽ ഒരു മഹത്തായ ചടങ്ങുകൾ എന്താണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അതിന് പകരം വയ്ക്കാൻ മറ്റൊന്നില്ലായിരിക്കും. പകരം വയ്ക്കാനില്ലാത്ത ആ ഒരു സ്നേഹം, ആ ഒരു ആദരവ് എന്നും ഈ കൊച്ചുമകൾക്കും ഇനി ഭാവിയിൽ വലിയ വലിയ ഉയർച്ചയിലേക്കുള്ള അനുഗ്രഹമാകട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി നമുക്ക് എല്ലാവർക്കും ആശംസിക്കാം. കൺഗ്രാറ്റുലേഷൻസ്. ഏറെ വിശിഷ്ടമായ മഹത്തായ 1000 ചടങ്ങുകൾ കഴിഞ്ഞ കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് നമ്മൾ എല്ലാവരും സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. പ്രോഗ്രാമിന് വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിച്ച് ഇതിനെ രാപകലില്ലാതെ അധ്വാനിച്ച് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട എല്ലാ പേർക്കും ഈ പരിപാടിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാം കവർ ചെയ്ത എല്ലാ യൂട്യൂബേഴ്സ് അതുപോലെ തന്നെ വാർത്താ മീഡിയ പ്രവർത്തകർക്കും ഈ പ്രോഗ്രാമിന് വേണ്ടി നല്ല ശബ്ദവും വെളിച്ചവും നൽകിയ, അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ ചായ സൽക്കാരം നൽകിയ, കൂടാതെ എടുത്തു പറയാൻ പറ്റാത്ത രീതിയിൽ ഉള്ള എല്ലാവരും ഈ പരിപാടിയുമായിട്ട് ഏതെല്ലാം രീതിയിൽ ആരെല്ലാം സഹകരിച്ചിട്ടുണ്ടോ അവരെല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു സോ മച്ച് സർ. അങ്ങനെ ഏറെ നാൾ കാത്തിരുന്ന നമ്മുടെ സ്വന്തം
എജുമേറ്റ ദ ഹൈസ്കൂളിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് നമ്മൾ ഇന്ന് കണ്ടത്. അങ്ങനെ ഏറെ മഹത്തായ ഒരു ദിവസത്തിന് കൂടെ നമ്മൾ എല്ലാവരും സാക്ഷ്യം വഹിച്ചു. എല്ലാവരുടെയും വിലപ്പെട്ട സമയത്തിന്റെ ഒരു മഹത്തായ കുറച്ച് നിമിഷങ്ങൾ നമുക്ക് വേണ്ടി സമ്മാനിച്ചതിന് ഹൃദയത്തിന്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.